നി സരി ഗ ഗ ഗ ഗ. അപ്പോൾ നി സരി ഗ പമ പമ നി സരി ഗ രി ഗ മഗ മഗ പമഗ നി സരി ഗ മ പമഗ. ഓർമ്മകളെ അപ്പോൾ നോട്ട് അവിടെ മുട്ടുണ്ട്. അപ്പോൾ ഈ ചുമ്മാ അതിലേക്ക് കിടക്കുക എന്നാണ് പറയുന്നത്, ശയനം ചെയ്യുക. നി സരി ഗ ഗ ഗ ഗ ഗ ഗ. ഇത് വിദ്യ ശാസ്ത്രീയപരമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് ശാസ്ത്രീയ സംഗീത ശാഖയിൽ. അതിന് 2 സ്വരങ്ങൾ നമ്മൾ 2 പ്രാവശ്യം പാടുക. സാ സാ രി രി ഗ ഗ മ മ പ പ ആ എന്ന് പാടുക. ഓർമ്മകളെ നി സരി ഗ മഗ 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 നി സരി ഗ മഗ 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 എന്ന് പാടാം. നി സരി ഗ പമഗ 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 എന്നും നമുക്കവിടെ കൊണ്ടുവരാം ഗമകത്തിനെ. തവ മഗ തവ മഗ തവ മഗ തവ മ നി സരി ഗ പമഗ 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 പമഗ. അങ്ങനെ നമുക്ക് പതുക്കെ അതിൽ ലയിച്ച് കഴിഞ്ഞാൽ ആ സ്വരങ്ങൾ നമുക്ക് കിട്ടും, അജ്ഞാനം കിട്ടും. അതിനു വേണ്ടിയാണ് നമ്മൾ ചില വോക്കൽ വാമപ്സ് നമ്മൾ സ്വരങ്ങൾ വെച്ച് തന്നെ പരിശീലനം ചെയ്യണം. അപ്പോൾ അതിനാണ് ഒരു ദിവസം നമ്മൾ ഈ പാട്ടുകളെല്ലാം പഠിക്കുന്നതിനോടൊപ്പം തന്നെ സ്വരജ്ഞാന വൈഭവം കൂട്ടുക. സ സ രി ഗ മ പ ധ നി സ നി ധ പ മ ഗ രി സ എന്ന് ഈ പാട്ടിൻ്റെ ആധാരശ്രുതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള രാഗസ്ഥാനത്തിലൂടെ യാത്ര ചെയ്യും. മനസ്സിലായോ? സരി ഗ മ പ ധ നി സ നി ധ പ മ ഗ രി സ സരി ഗ മ പ ധ നി സ നി ധ പ മ ഗ രി സ സ. അപ്പം ഞാൻ 2 സ്വരത്തിലേക്ക് അത് കൂട്ടിയപ്പോൾ സ സ രി രി ഗ ഗ മ മ പ പ ധ ധ നി നി ഛ ഛ നി നി ധ ധ പ പ മ മ ഗ ഗ രി രി സ സ എന്ന് വന്നു. 3 സ്വരം ആകുമ്പോൾ സ സ രി 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 ഗ ഗ ഗ മ മ മ പ പ പ ധ ധ ധ നി 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 സ സ സ നി 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 ധ ധ ധ പ പ പ മ മ മ ഗ ഗ ഗ രി 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 സ സ സ രി. ഞാനവിടെ നമ്പർ കൊണ്ടാണ് ഉദ്ദേശിച്ചത്. സ്വരങ്ങൾ 2 ഉള്ളൂ, പക്ഷെ 3 തവണ ഞാൻ ആക്കിയത്. സ സ രി 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 ഗ ഗ ഗ മ ആ കിട്ടി. ആ തിരിച്ചും വരണം. ആ ഇതൊരു വാമപ്പാണ്. അപ്പം ഇത് ഞാൻ വെറുതെ ഇപ്പം സപ്പോസ്ലി പറഞ്ഞെന്നുള്ളൂ. നിങ്ങൾക്ക് വേണ്ടത് സ്വരസ്ഥാനത്തിൻ്റെ ശബ്ദങ്ങൾ നിർബന്ധമായും കണ്ടുപിടിക്കണം. ഒരു പാട്ട്, ഏത് പാട്ടായിക്കോട്ടെ, ഇപ്പോൾ സു സു സുബി 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 സു സു സുബി 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 मेरा दिन आएगा जुजु जुबी 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 मस्ती में गाएगा जुजु जुबी 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 मेरा दिन आएगा जुजु जुबी 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 मस्ती में जाएगा जुजु जुबी 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 है जुबी 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 ഓ എന്ന് നമ്മൾ പാടുന്ന സമയത്ത് എന്താണ് അതിനകത്ത് ആധാരശ്രുതി, ആധാര ശബ്ദങ്ങൾ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കണം? സാ. അപ്പോൾ നമ്മൾ വെറുതെ ഒരു സാ വെറുതെ എടുത്തിട്ടു. അപ്പോൾ നമ്മൾ ആ സായും പഞ്ചമവും നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് സു സുബി 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 മേരാ ദിൻ താരാരാരാരാരീരാ സാ. കണ്ട സായിലാണ് തുടങ്ങുന്നത്. പിന്നെ എൻ്റെ പഞ്ചമേതാ
സാ പ പ പ പ പ പ പ പ മേരാ ദിൻ സ പ ഗ സ പ ഗ സ പ ഗ രി ഗ രി ഗ രി ഗ താഴ്ത്തിക്ക് വരും. അപ്പോൾ നോട്ടിലി നമ്മൾ പോകുന്ന സമയത്ത് സ ത ത ത ത ത ത ത ത ര ത ര ത ത എന്ന് വരും. അതുപോലെ വേറൊരു പാട്ട് നമ്മൾ എടുക്കുകയാണ്. ആ പാട്ട് വെള്ളിച്ചില്ലും വിതറി തുള്ളി തുള്ളി ഒഴുകും പൊഴിമുഴ പുതറും കാട്ടരുവി പറയാമോ നീ എങ്ങാണു സംഗമം. അപ്പോൾ പാട്ട് നമ്മൾ പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലെ ഷഡ്ജ പഞ്ചമങ്ങൾ ഏതാണ്, എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? വീണ്ടും കണ്ട സാ കിട്ടി. വെള്ളിച്ചില്ലും വിതറി സാ. അപ്പം അത് വന്ന് ചെന്ന് നിന്നത് ഗായിലാണ്. ഗാരി സാ സാ സപ സപ ത ത താര താരി തര തര തരി. അതുപോലെ मैं कोई ऐसा गीत गाऊं कि आरज़ू जगाऊं अगर तुम कहे എന്ന് പാടി. അപ്പോൾ ആ പാട്ടിനുള്ളിൽ നമ്മളെങ്ങനെ സായും പഞ്ചമവും കണ്ടുപിടിക്കും? നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ मैं कोई ऐसा गीत गाऊं कि आरज़ू जगाऊं अगर तुम कहे तुमको बुलाए दिल डरनाए अगर तुम रा 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 रा. അപ്പോൾ അത് നമ്മൾ ആ ഫീലിലേക്ക് നമ്മൾ കൊണ്ടുവരുന്ന ആ യാത്ര ഷഡ്ജവും പഞ്ചമവും കണ്ടുപിടിക്കണം. ചുമ്മാ വെറുതെ അതിലേക്ക് എൻട്രി ചെയ്യാം. കണ്ട സാ കിട്ടി. അപ്പോൾ ശാന്തമായ യാത്രയിലാണ് എല്ലാം കിട്ടുക അല്ലേ? നമുക്ക് ഒരു പാട്ടങ്ങ് കിട്ടി അതങ്ങ് പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങോട്ട് പാടി അങ്ങോട്ട് കഴിയുമ്പോഴത്തേനും ഭയങ്കര ഹറിബറി ബഹളമായി. അപ്പോൾ എങ്ങനെ കിട്ടും? അതിൻ്റെ കിട്ടേണ്ട സാധനം എങ്ങനെ കിട്ടും? കിട്ടില്ല. അപ്പോൾ അതിന് നമ്മൾ പരിശീലനം എല്ലാ പാട്ടെടുക്കുമ്പോഴും എന്ത് പാട്ടെടുക്കുമ്പോഴും അതിൻ്റെ ആദ്യ ശബ്ദം കണ്ടുപിടിക്കണം. പിന്നെ അതിൻ്റെ ആദ്യ ശബ്ദം കിട്ടിയ പിന്നെ മധ്യമഭാഗം കിട്ടുമല്ലോ, പഞ്ചമം. സാ കിട്ടിയാൽ പിന്നെ പഞ്ചമം കിട്ടുമല്ലോ. അതിൻ്റെ മധ്യമ ഭാഗമാണല്ലോ, എത്തിച്ചാൽ മതിയല്ലോ. സാ പ സാ പ സാ. അപ്പോൾ നിങ്ങൾക്ക് അതിന് വേണ്ടുന്ന ഒരു എക്സസൈസ് ആണ് ഈ ഒരു ലെസണിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ അതിനെ നമ്മളിപ്പോൾ സി എന്ന് വെസ്റ്റേൺ സി കട്ട എന്നാണ് പറയുന്നത്. ഒരു കീബോർഡിൽ ആദ്യത്തെ വൈറ്റ് എന്ന് പറയുന്നത് ഒരു കട്ടയാണ്, രണ്ടാമത്തെ കട്ട, മൂന്നാമത്തെ കട്ട, അതിൻ്റെ ഇടയിൽ വരുന്ന അരക്കട്ട. അപ്പോൾ ഇങ്ങനെ നമ്മൾ ശ്രുതിയുടെ പൊക്കം കട്ടയായിട്ട് വിഘടിച്ച് വെച്ചിരിക്കുന്നതിനെ നമ്മൾ അറിയണം. അത് നമ്മുടെ കൈ ഉണ്ടെങ്കിലും മതി. ഈ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇത് സി. ഇപ്പോൾ നമ്മൾ ഈ പാട്ട് എടുക്കുകയാണ്. ദുനിയാ ഹസീനോ കാ മേല മേലെ മേ ഹേ ദിൽ ഹേ മേരാ എന്ന് നമ്മളിങ്ങനെ പാടുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ പാടുന്ന സമയത്ത് ദുനിയാ ഹസീനോ കാ മേരാ
രാ രാ രി രാ രി രാ 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 സാ എന്ന് കിട്ടി. അപ്പോൾ സാ പ സാ പ സാ എന്ന് നമുക്ക് കിട്ടും. അതിൻ്റെ സ്വരസ്ഥാനം ഈസി ആയിട്ട് കിട്ടും. ഇനി വേറെ ഏതെങ്കിലും ഒരു പാട്ടിലേക്ക് നമ്മൾ പോവുകയാണെങ്കിലും ഏത് ഫാസ്റ്റ് നമ്പർ ആണെങ്കിലും മുക്കാല മുക്കാബില ലല ഓ ലല ആ സാന്ന് കിട്ടും. സാ അത് ഹൈ നോട്ടിലെ സായാണ്. അതിൻ്റെ പഞ്ചമേത മധ്യമം സാ പ സാ കിട്ടി. തുടക്കം കിട്ടി, മധ്യമം കിട്ടി, ഹയർ നോട്ട് കിട്ടി. അപ്പോൾ ഈ പാട്ട് കിടക്കുന്ന ഏതിലാ? ഹയർ നോട്ടിലാണ്. മനസ്സിലായി? ടോപ്പ് നോട്ടിലല്ല, ഹയർ നോട്ട്. അതായത് ലോ നോട്ടുണ്ട്, ബേസ് നോട്ടുണ്ട്, മിഡിൽ നോട്ടുണ്ട്, ഹയർ നോട്ടുണ്ട്, ടോപ്പ് നോട്ടുണ്ട്. അപ്പോൾ വാട്ടെവർ നമ്മളിപ്പോൾ ഷഡ്ജ പഞ്ചമങ്ങൾ കണ്ടുപിടിക്കണം. ഓരോ പാട്ട് പാടുന്ന പാട്ട് സെലക്ട് ചെയ്യുമ്പോഴും ഷഡ്ജ പഞ്ചമങ്ങൾ കണ്ടുപിടിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്കിൽ മാത്രമാണ് നമുക്ക് ആ പാട്ടിലേക്ക്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഷഡ്ജ പഞ്ചമങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമം നടത്തിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഗായകരാണെങ്കിൽ കിട്ടും. ശ്രമം നടത്തിയാൽ മതി കേട്ടോ. ഓക്കെ, താങ്ക് യു.